ജീവിതത്തിൽ എല്ലാ വഴിയും അടഞ്ഞുപോയ പോലെ തോന്നുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ടാകും. എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു വഴിയും തുറക്കുന്നില്ല. ആ സമയത്ത് ദേവി ആദിപരാശക്തി അമ്മയുടെ ഈ ഗ്രന്ഥം, ഇത് ഒരു പുസ്തകമല്ല, ഒരു ശക്തിയാണ്, ഒരു ഈശ്വര കവചമാണ്. നമ്മളിലുള്ള ഭയം, തടസ്സങ്ങൾ ഇവയെല്ലാം മാറ്റിത്തരുന്ന, നമ്മളുടെ മനസ്സ് ശാന്തമാക്കുന്ന ഒരു ദിവ്യശക്തി കൂടിയാണിത്. കുടുംബത്തിൽ ഒരാപത്ത് വന്നാൽ അത് ആദ്യം ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. കുടുംബത്തിൻ്റെ നെടുന്തൂണായി നിൽക്കേണ്ടവരാണ് അവർ. അവർ തളർന്നാൽ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ദേവീഭജനമാണ് ഇതിന് ഉത്തമമായ ഒരു പരിഹാരം. മാതൃസ്വരൂപിണിയായ ദേവിയെ ഭജിക്കണം. മക്കൾക്ക് ഒരാപത്ത് വന്നാൽ കണ്ടു നിൽക്കാൻ ഒരമ്മയ്ക്കാകില്ല. അതുപോലെ തന്നെ തൻ്റെ ഭക്തയുടെ മനസ്സ് അമ്മയ്ക്ക് നല്ലപോലെ തിരിച്ചറിയാൻ കഴിയും. എല്ലാ ദുഃഖങ്ങളും അമ്മ മാറ്റിക്കൊടുക്കും. ദേവീപ്രീതിക്ക് അത്യുത്തമമാണ് ദേവീ മഹാത്മ്യ പാരായണം. ദോഷങ്ങളും ദുരിതങ്ങളും അകലാനും ഐശ്വര്യം, സമൃദ്ധി എല്ലാം നമുക്ക് ലഭിക്കാനും ദേവീ മഹാത്മ്യം വിധിപ്രകാരം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദേവീ മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളും വളരെ വിശേഷപ്പെട്ടതാണ്. 700 ശ്ലോകങ്ങൾ അടങ്ങുന്ന ദേവീ മഹാത്മ്യത്തെ ദുർഗാ സപ്തശതി എന്നും വിളിക്കുന്നു. കൃഷ്ണഗീതി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിലർ ദേവീ മഹാത്മ്യത്തിലെ 11ാമത്തെ അധ്യായം മാത്രം വായിക്കാറുണ്ട്. 13 അധ്യായം അടങ്ങുന്ന ദേവീ മഹാത്മ്യത്തിലെ ഒരധ്യായം മാത്രം വായിക്കാതെ 13 അധ്യായവും പൂർണ്ണമായി വായിച്ചാൽ മാത്രമേ ദേവീ മഹാത്മ്യ പാരായണം പൂർത്തിയാകുകയുള്ളൂ. ദേവിയുടെ ഉത്ഭവം തൊട്ട് വേണം ഇത് വായിച്ചു തുടങ്ങാൻ. നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് വായിക്കരുത്. ഒന്നുകിൽ മുഴുവൻ വായിക്കുക, അല്ല എങ്കിൽ ഓരോ ദിവസവും വായിക്കേണ്ട അധ്യായങ്ങൾ വായിച്ച് 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. ദേവീ മഹാത്മ്യ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഒരിക്കലും ദുരിതമുണ്ടാകില്ല. ദേവീ മഹാത്മ്യം ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വിളക്കത്ത് വെച്ചാൽ പോലും സങ്കടമുക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ജപിച്ചാലോ? അവർക്കൊരിക്കലും ഒരു നഷ്ടങ്ങളും ഉണ്ടാകില്ല. ചില ആളുകൾ യാത്ര പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ ദേവീ മഹാത്മ്യം കയ്യിൽ കരുതാറുണ്ട്. എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഒരു രക്ഷാകവചമായി ദേവി കൂടെ തന്നെ കാണും. ഇനി ഇത് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്? കാലത്തോ വൈകിട്ടോ എപ്പോഴായാലും വായിക്കാം. പക്ഷേ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ കാലത്ത് തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ കഴിച്ച ശേഷം വൈകിട്ട് കുളിച്ച് ശുദ്ധമായിട്ടാകാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ അത് കഴിക്കുന്നവരാണെങ്കിൽ ഇത് കാലത്തെ തന്നെ ജപിക്കുന്നതായിരിക്കും ഉത്തമം. ദേവീ മഹാത്മ്യ ഗ്രന്ഥം തന്നെ ലക്ഷ്മി ദേവിക്ക് തുല്യമാണ്. അപ്പോൾ അത് ശുദ്ധമായി വിളക്കിൻ്റെ മുമ്പിൽ തന്നെ വെക്കണേ. ഇനി ഇത് പാരായണം ചെയ്യേണ്ട എങ്ങനെയെന്ന് പറയാം. 7 ദിവസം കൊണ്ടാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ 1-ാം ദിവസം അധ്യായം 1 വായിക്കുക. 2-ാം ദിവസം അധ്യായം 2, 3 വായിക്കുക. 3-ാം ദിവസം അധ്യായം 4 വായിക്കുക. 4-ാം ദിവസം അധ്യായം 5, 6, 7, 8 വായിക്കുക. 5-ാം ദിവസം അധ്യായം 9, 10 വായിക്കുക. 6-ാം ദിവസം അധ്യായം 11 വായിക്കുക. 7-ാം ദിവസം അധ്യായം 12, 13 വായിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും പാരായണം തുടങ്ങും മുൻപേ കവചം, അർഗളം, കീലകം ഇവ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. പാരായണ ശേഷം വായിച്ചതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേവിയോട് ക്ഷമ ചോദിക്കുക. കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്ന് ജപിക്കുക.
ഗ്രന്ഥം ഒരു കാരണവശാലും വെറുതെ നിലത്ത് വെച്ചോ കയ്യിൽ പിടിച്ചോ വായിക്കരുത്. ഒരു പലകയിലെങ്കിലും വെക്കുക. ദേവി മഹാത്മ്യം ജപിക്കുമ്പോൾ വളരെ സാവകാശം മാത്രമേ ഇത് ജപിക്കാവൂ. പെട്ടെന്ന് വായിച്ച് തീർക്കണമെന്ന മനസ്സോടെ അത് ജപിക്കരുത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനബിജ കിങ്കരീ കുരുതേ. ഇതിൻ്റെ അർത്ഥം, ആപതി കിം കരണീയം, ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത്, സ്മരണീയം ചരണയുഗളമമ്പായ, ദേവിയുടെ പാദങ്ങളെ സ്മരിക്കണം, തസ്മരണം കിം കുരുതേ, ആ തൽസ്മരണം കൊണ്ട്, ആ സ്മരണം കൊണ്ട് എന്ത് ഫലമാണ് നൽകുന്നത്, ബ്രഹ്മ ദീനബിജ കിങ്കരീ കുരുതേ, ആ സ്മരണ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെ പോലും ഭക്തന്റെ ദാസന്മാരാക്കി മാറ്റുന്നു. ജീവിതത്തിൽ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഒരാപത്തുണ്ടാകുമ്പോൾ ഭയപ്പെടുകയല്ല വേണ്ടത്. മറിച്ച് ഭഗവതിയുടെ, ജഗദീശ്വരിയുടെ പാദങ്ങളിൽ മനസ്സർപ്പിക്കുക. അങ്ങനെ ഭഗവതിയെ നിരന്തരം സ്മരിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ച ശക്തികൾ പോലും അനുകൂലമായി ഭവിക്കും. അവരെ എന്നും ഭാഗ്യം തേടിയെത്തും. സകല ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകും എന്നാണ് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നിത്യവും ദേവി മഹാത്മ്യം ജപിക്കുന്നവർ അമ്മയുടെ ഒരു നാമം, അമ്മേ നാരായണ എന്നോ ഏതെങ്കിലും ഒരു നാമം കമൻ്റായി ഇടണേ. ഒപ്പം എന്നും ജപിക്കുന്ന നിങ്ങൾക്ക് ജപത്തിലൂടെ കിട്ടിയ അനുഭവം, അനുഗ്രഹം അത് പറഞ്ഞാൽ അത് വായിക്കുന്നവർക്ക്, ഇത് ജപിക്കാത്തവർക്ക് അത് ജപിക്കാൻ അമ്മ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നിയോഗം കൂടിയാകും. എല്ലാവർക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.